നടി ആക്രമിക്കപ്പെട്ട കേസിൽ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് നടൻ ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കും. അതിനിടെ ഡി സിനിമാസ് അടച്ചുപൂട്ടിയ ചാലക്കുടി നഗരസഭയുടെ നടപടിക്കെതിരെ ദിലീപിന്റെ സഹോദരൻ അനൂപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദിലീപ് നാളെ വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയും സമർപ്പിച്ചേക്കും. റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് നടൻ ദിലീപിനെ അങ്കമാലി കോടതിയിൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കുക. ദിലീപിനായി അഡ്വക്കേറ്റ് കെ രാംകുമാറിന് പകരം അഡ്വക്കേറ്റ് ബി രാമൻപിള്ളിയാകും ഹാജരാകുക. ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ വക്കാലത്ത് ഒഴിഞ്ഞത്. റിമാൻഡ് നീട്ടി നൽകിയാകും ഇന്ന് അങ്കമാലി കോടതി ചെയ്യുക. ദിലീപിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചറിയും. ദിലീപിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം ദിലീപ് നാളെ വീണ്ടും ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. അപ്പുണ്ണി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായ സാഹചര്യവും ഇതുവരെ കേസിലെ സുപ്രധാന തെളിവായ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താത്ത സാഹചര്യവും ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയെ സമീപിക്കുക. പുതിയ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ആവശ്യപ്പെടും. അതിനിടെ ഡി സിനിമാസ് അടച്ചുപൂട്ടിയ ചാലക്കുടി നഗരസഭയുടെ നടപടിക്കെതിരെ ദിലീപിന്റെ സഹോദരൻ അനൂപ് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിയമവിരുദ്ധ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനൂപ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരെ ഇനിയും ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.